ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ വിചാരണ എന്നുള്ള ആ പദത്തിനെ കുറച്ചുകൂടി വിപുലമായ അർത്ഥത്തിൽ ഏത് വിചാരണയും ആത്യന്തികമായി നീതി തേടിയുള്ളൊരു അന്വേഷണമാണെന്നും നീതിയെ സംബന്ധിച്ചിട്ടുള്ള ഏതൊരു സമൂഹത്തിൻ്റെയും അന്വേഷണവും നിയമനിർമ്മാണവും തുടർന്നുള്ള ആ പ്രോസസ്സിനെയുമാണ് ഈ വിചാരണ എന്ന പദം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതിനെ ഒരു നിയമരംഗത്തെ അതിലേക്ക് ഒതുക്കാതെ കുറച്ചും കൂടി വിപുലമായ അർത്ഥത്തിൽ നീതി, മാധ്യമ ഇടപെടൽ, ട്രയൽ ബൈ മീഡിയ എന്നീ മേഖലകളിലേക്ക് കൂടി കൊണ്ടുപോയാൽ കുറച്ചുകൂടി ഒരു കണക്റ്റ് ആകുമെന്ന് കരുതി അങ്ങനെ കൊണ്ടുപോകാം എന്നാണ് ഞാൻ കരുതുന്നത്. നീതി എന്ന ആശയം ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു ഫൗണ്ടേഷനാണെന്ന് ഞാൻ കരുതുകയാണ്. ഡിസ്പെൻസേഷൻ ഓഫ് ജസ്റ്റിസ് ഏത് തരത്തിലുമാകാം. സാമൂഹ്യ നീതിയാകാം, സാമ്പത്തിക നീതിയാകാം, വ്യക്തികൾക്ക് ഒരു സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട നീതിയാകാം. അതിന് വലിയ മാനങ്ങളുള്ള, വലിയ ഡയമെൻഷൻസ് ഉള്ള ഒരു പദസങ്കല്പമാണ്. ഇന്ത്യൻ ഭരണഘടനയും ആ നീതി എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. ഓരോ പൗരനും ലഭിക്കേണ്ട നീതി ഏതെല്ലാം നീതികളാണ് എന്ന് വിശദമായി പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഹരീഷ് സംസാരിക്കും. ആ ഹരീഷിൽ നിന്ന് അത് തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹരീഷ്, ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ് നീതി സങ്കല്പം? എന്തെല്ലാം തരത്തിലുള്ള നീതിയാണ് ഭരണഘടന അതിൻ്റെ ഇന്ത്യൻ പൗരന്മാർക്ക് കണക്കാക്കുന്നത്? നമ്മൾ നീതിയെപ്പറ്റിയുള്ള ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് പുറത്തുള്ള ഇതിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ നോക്കിയാൽ വാസ്തവത്തിൽ അനീതിയുള്ള ലോകമാണ്. എല്ലാ അർത്ഥത്തിലും അനീതി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് മനുഷ്യർ ഉണ്ടാക്കുന്ന സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അനീതി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നീതി കൊണ്ടുവരാനുള്ള ശ്രമമാണ് മാനവികത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ അത് ഓരോ പ്രദേശത്തിനുമനുസരിച്ച് നീതിയെപ്പറ്റിയുള്ള സങ്കല്പങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ മഞ്ഞ് മാത്രം മൂടിയിട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളും വളരെ ചൂടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളും തമ്മിൽ നീതിയെപ്പറ്റിയുള്ള സങ്കല്പങ്ങൾ അവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കും, അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട്, ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കും. അവരുടെ എരതേടൽ, ഒരു പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ അങ്ങനെയാണല്ലോ, എരതേടൽ, ഇണചേരൽ തുടങ്ങിയതിൽ നിന്ന് ഒരു സമൂഹമായി രൂപപ്പെട്ടു വന്ന കാലത്തുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും. നിരന്തരമായി വേട്ടയാടപ്പെട്ട ഒരു സമൂഹത്തെ സംബന്ധിച്ച് അവർക്ക് ഒരു നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ കഴിയുമ്പോൾ നീതിയെപ്പറ്റിയുള്ള സങ്കല്പം തന്നെ ചിലപ്പോൾ മറിഞ്ഞേക്കും. അങ്ങനെയാണ് ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഒരു വലിയ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്നാണ് യുദ്ധങ്ങൾക്കൊക്കെ ശേഷമാണ് ഒരു റിവൈവലിസമൊക്കെ നമുക്ക് ഉണ്ടായത്. ഇന്ത്യ രൂപീകൃതമാവുന്ന സമയത്ത് നമുക്ക് നീതിയെപ്പറ്റിയുള്ള സങ്കല്പം രൂപപ്പെടുത്താനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. മറ്റ് പല സമൂഹങ്ങൾക്കും വാസ്തവത്തിൽ നീതിയെപ്പറ്റിയുള്ള ഒരു സങ്കല്പം രൂപപ്പെടുത്താനുള്ള ഒരു അവസരം ഇന്ത്യക്കാരെ പോലെ കിട്ടിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ജനിക്കുന്ന ഒരാൾ, നമ്മളിപ്പോൾ ഇതേ സമയത്ത് ലോകത്ത് പലയിടത്തും ജനിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ വിചാരണ അല്ലെങ്കിൽ നീതി ഇതിനെയൊക്കെ കാണുന്നതെന്ന് നോക്കിയാൽ, ബ്രിട്ടനിൽ നിലനിന്നിരുന്ന നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം കിങ് ആണ് ഭരിക്കുന്നതെന്നുള്ളതാണ്. ആ കിങ് ഭരിക്കുന്ന സമയത്തുണ്ടാവുന്ന അപ്പം കിങ് പറയുന്നതായിരിക്കും നീതി നടപ്പാക്കുന്ന ആളുകൾക്ക് ബാധകമല്ലാത്ത നിയമവ്യവസ്ഥയാണ് പല രാജ്യങ്ങളിലും നിലവിലുണ്ടായിരുന്നത്. അതായത് നിയമം എന്താണ്, നീതി എന്താണ് എന്ന് അധികാരമുള്ളയാൾ പറയുകയും ബാക്കിയുള്ളവർ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണവ്യവസ്ഥയാണ് ലോകത്ത് നിലനിന്നിരുന്നത്. കിങ് ഈസ് എബവ് ലോ ബിക്കോസ് കിങ് ഈസ് ക്രിയേറ്റിംഗ് എ ലോ. ലോയെ പറ്റിയുള്ള ഡെഫിനിഷൻ തന്നെ രസകരമാണ്. നിയമത്തെ പറ്റിയുള്ള ഡെഫിനിഷൻ കിങ് എന്ത് പറയുന്നു അതാണ് നിയമം എന്നതായിരുന്നു ഡെഫിനിഷൻ. അതേസമയം ഇപ്പം നമുക്ക് സ്റ്റേറ്റ് എന്ത് പറയുന്നു അതാണ് നിയമം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ജനങ്ങളുടെ വില്ലാണ് നിയമമായിട്ട് മാറുന്നത് പാർലമെൻറ്റിൽ. ഒരു പാർലമെൻറ്റ് മാറി വേറൊരു പാർലമെൻറ്റ് വരുമ്പോൾ നമ്മൾ നിയമത്തെ ചിലപ്പോൾ പൊളിച്ചു മാറ്റുന്നു. അപ്പോൾ ആ കാലത്ത് നിന്നാണ് നമ്മൾ നടന്നു വന്നതെന്നുള്ളത് നമ്മൾ വാസ്തവത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നിയമം എന്താണെന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് നിയമം ബാധകമല്ലാതിരുന്നതും എവല്യൂഷനുണ്ട്. എന്താണ് നിയമം അതിൻ്റെ ഡെഫിനിഷൻ അധികാരമുള്ളയാൾ പറയുന്നതാണ് നിയമം എന്ന് പറയുന്നതിൽ നിന്ന് അധികാരമുള്ളയാൾക്കും ബാധകമാകുന്നതാണ് നിയമമെന്നും റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റായിട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റൂൾ ഓഫ് ലോ എപ്പോഴാണ് വരുന്നത്? റൂൾ ഓഫ് ലോ ഈ ദീർഘകാലത്തെ
സമരത്തിന് ശേഷം അല്ലെങ്കിൽ യുദ്ധങ്ങൾക്ക് ശേഷം ഏതാണ്ട് യൂറോപ്പിലെ പല ഭാഗങ്ങളിലും ആ ടൗണിലെ 80% ആളുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ 30 years ഓഫ് വാറൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളികൾ തമ്മിലുള്ള തർക്കമാണ്. ആ ഫൈറ്റ് അവസാനം എത്തിച്ചേർന്ന് നിൽക്കുന്നത് ആളുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്ന ഒരു കാലമാണ്. ആ സമയത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു മൂല്യവ്യവസ്ഥയിൽ നിന്നാണ് ആരാണോ നിയമം പറയുന്നത് അല്ലെങ്കിൽ നിയമം കൊണ്ടുവരുന്നത് അവർക്കും ഈ നിയമം ബാധകമാണ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. റൂൾ ഓഫ് ക്രൗൺ അല്ല, റൂൾ ഓഫ് ലോ ആണ്. ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. അതെ, അത് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എല്ലാവർക്കും. അതായത് ഇതിനകത്ത് സബ്ജക്റ്റ് എന്നും കിങ് എന്നുമല്ല, ലോയ്ക്ക് അബൈഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളും എന്ന അർത്ഥത്തിൽ രണ്ടായിട്ടാണ് ഇതിനെ കാണുന്നത്. എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ സമന്മാരാണ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വരുന്നത്. ഇത് എത്ര നൂറ്റാണ്ട് നേരത്തെ മനുഷ്യൻ്റെ അധ്വാനത്തിന് ശേഷമാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പം നമ്മൾ ഇടയ്ക്കിപ്പോൾ ഇത് ഓർപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്കിപ്പോൾ ഓരോ നിയമം വരുമ്പോൾ ചില ആളുകൾക്ക് ചില പെട്ടെന്നുള്ള പ്രിവിലേജുകൾ ഉണ്ടാവും. ചിലർക്ക് നിയമത്തിന് മുകളിൽ സഞ്ചരിക്കാൻ പറ്റുന്നു, ചിലർക്ക് നിയമത്തെ മറികടക്കാൻ പറ്റുന്നു, ചിലർക്ക് നിയമം ബാധകമല്ല എന്ന് വരുന്നു. ഇപ്പം നമ്മളെല്ലാവരും ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു മന്ത്രിയുടെ വണ്ടി എല്ലാ ഇതും തെറ്റിച്ച് പോകുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ ഇതെന്താ ഇവർക്കിത് ബാധകമല്ലേ, വൺ വേ എല്ലാത്തരം നിയമങ്ങളും തെറ്റിച്ച് പോകുമ്പോൾ അപ്പോൾ പറയാം അയ്യോ മന്ത്രിയല്ലേ, നമ്മളെപ്പോലെ ഒരാളല്ലല്ലോ അല്ലെങ്കിൽ ജഡ്ജിയല്ലേ എന്ന് പറയും. വാസ്തവത്തിൽ നമ്മൾ ആ റൂൾ ഓഫ് ലോ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ റൂൾ ഓഫ് ലോ എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഈ സങ്കല്പത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് റൂൾ ഓഫ് ലോ ആണ് നിലനിൽക്കുന്നത്, നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നതാണ്. അവിടെ നിന്നാണ് നമ്മൾ എന്താണ് നിയമം എന്നുള്ളത്. അവിടെ നമുക്ക് പലതരത്തിലുള്ള കൺസെപ്റ്റുകളുണ്ട്. വിൽ ഓഫ് ദ പീപ്പിൾ ആണ് ഇന്ത്യയിൽ നിയമം. അപ്പോൾ എന്നോടുള്ള ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതിനെ പറ്റിയാണ്. ഇന്ത്യ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഗുണം കിട്ടിയത് എങ്ങനെയുള്ള ഇന്ത്യയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. അതായത് നേരത്തെ പറഞ്ഞു, ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരാൾക്കോ അല്ലെങ്കിൽ ഫ്രാൻസിൽ ജനിച്ച ഒരാൾക്കോ അയാളുടെ രാജ്യം എങ്ങനെയായിരിക്കണമെന്നും ആ രാജ്യം എന്തായിരിക്കണമെന്നും ഡിഫൈൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല. ഇപ്പം നമ്മൾ അച്ഛനും അമ്മയും പറയുന്ന പോലെ കേട്ട് വളർന്ന ആളുകളായിരിക്കും ചിലപ്പോൾ. നമുക്ക് നമ്മുടെ ശരിയും തെറ്റും ചിലപ്പോൾ പൂർണ്ണമായി ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് നമ്മുടെ സെഡിമെൻറ്റ്സ് ഉണ്ടാവും. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് ഒരു കൊളോണിയൽ എറയിൽ നിന്ന് ഒരു പുതിയ രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ജാതകം എന്ന് നമുക്ക് കൊളോക്കിയലായിട്ട് പറയാം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ തുല്യതയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീതിബോധം ഉണ്ടാകുന്ന ഒരു സംഗതി, ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറയുന്നത് പോലെ ജസ്റ്റിസ്, ആദ്യം പറയുന്നത് ജസ്റ്റിസിനെ പറ്റിയാണ്. സാമൂഹികമായ നീതി, സാമ്പത്തികമായ നീതി തുടങ്ങിയ നീതിയെ പറ്റിയാണ്. രണ്ടാമത്തേത് തുല്യതയെ പറ്റിയാണ്, ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ആണ്. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. നമ്മളിത് പലപ്പോഴും മറന്നു പോകുന്നത്. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി നമ്മൾ എല്ലായിടത്തും കേൾക്കും. ഒരു ജോലി നിഷേധിച്ചാലോ ഒരു അവസരം നിഷേധിച്ചാലോ അവസര സമത്വം വേണമെന്ന് നമ്മൾ പറയും. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസിനെ പറ്റി നമ്മൾ പറയാറില്ല. കാരണം നമ്മൾ തന്നെ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരെ കാണുന്നത് സ്റ്റാറ്റസ് ഈക്വലായിട്ട് അല്ലാത്ത ആളുകളെയാണ്, ഫ്രാഗ്മെന്റഡ് ആണ്, സോഷ്യലി ഫ്രാഗ്മെന്റഡ് ആണ്. ഇതൊരു അനീതിയായിട്ട് നമുക്ക് തോന്നുന്നു പോലുമില്ല. ഉണ്ടോ? എനിക്കൊക്കെ ചെറുപ്പത്തിൽ തോന്നിയിട്ടുണ്ട്, പൈസ ഉള്ള ആളുകളും പൈസ ഇല്ലാത്ത ആളുകൾ, ഇതെന്താ അങ്ങനെ വ്യത്യാസമുള്ള ആളുകൾ, കാറുള്ളവർ കാറില്ലാത്തവർ, വീടുള്ളവർ വീടില്ലാത്തവർ, ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണാം. നമ്മൾ മരിക്കുമ്പോഴും ഈ അനീതി നിലനിന്ന് പോവുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത് അനീതിയാണ് എന്നറിയാമെങ്കിൽ പോലും, ഭരണഘടന അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ആ അനീതിയുള്ള വ്യവസ്ഥ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ് നടക്കുന്നത്. ഇത് മാറ്റാനായിരുന്നു വാസ്തവത്തിൽ ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്ന ഒരു നീതി സങ്കല്പം. അപ്പോൾ നമ്മളത് ബുദ്ധിസത്തിൽ നിന്ന് ഒരുപാട് എടുത്തിട്ടുണ്ട്, നമ്മുടെ ജൈന അങ്ങനെ ഒരുപാട് വിശ്വാസ ധാരകളിൽ നിന്ന് അത് എടുത്തിട്ടുണ്ട്, അംശങ്ങളുണ്ട്. അപ്പോൾ നക്ഷലായിട്ട് നമ്മൾ പറഞ്ഞാൽ ഈ ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, ഈ ജസ്റ്റിസും ഈക്വാലിറ്റിയും അടുത്ത് ഫ്രട്ടേണിറ്റിയും ഇത് എത്തിച്ചേരാനുള്ള നമ്മുടെ ഒരു വഴി മാത്രമാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു അവർ സെൽസ് ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വാസ്തവത്തിൽ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ തിരിച്ചല്ല. ഇന്ത്യ എന്ന ആശയം ഇന്ത്യ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവർക്കൊക്കെ ഇത് കൊടുക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇത് കൊടുക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് വേണോ എന്നുള്ളത് ഒരു ചോദ്യം കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ നീതിയെ പറ്റിയുള്ള സങ്കല്പം. നമുക്ക് പലപ്പോഴും ഇത് അനുഭവവേദ്യമാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിക്കുമ്പോഴും കാണുന്ന അനീതി നമ്മൾ മരിക്കുന്നത് വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഭരണഘടന തന്നെ നടന്നു വന്ന് ഇതൊന്നും ചെയ്യൂല. അവിടെയാണ് നമുക്ക് സ്റ്റേറ്റിൻ്റെ പ്രസക്തി, അഫർമേറ്റീവ് ആക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ സ്റ്റേറ്റിൻ്റെ പ്രസക്തി. അപ്പം നമ്മൾ ഇന്ത്യ രൂപീകരിച്ച സമയത്ത് നമുക്കുണ്ടായിരുന്ന വലിയൊരു വെല്ലുവിളി
അതുവരെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മുഴുവൻ അനീതി നേരിട്ട ആളുകളാണ്. ഇത് ഭരണഘടനാ അസംബ്ലിയിൽ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തരം അനീതിയായിരിക്കും? നമ്മൾ ഈ എഴുതി വെച്ച എല്ലാത്തരം അനീതി അവിടെ ഉണ്ട്. അതായത് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതെല്ലാം കിട്ടാത്തതായിരുന്നു. പൊളിറ്റിക്കൽ ഇല്ല, ഉണ്ടായിരുന്നില്ല. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി അസംബ്ലി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രൊവിൻഷ്യൽ സ്റ്റേറ്റുകളിൽ നിന്ന് അന്ന് രാജ്യങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, പ്രൊവിൻഷ്യൽ സ്റ്റേറ്റുകൾ ഇവിടെ നിന്നൊക്കെ ആളുകളെ എടുത്തു ഒരു എലക്ഷൻ നടത്തി. ആ എലക്ഷൻ്റെ റിസൾട്ടായിട്ടാണ് ആളുകൾ വരുന്നത്. ഇന്ത്യയിൽ എത്ര ശതമാനം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും? ഭരണഘടനാ അസംബ്ലിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷനിൽ അന്നത്തെ ഇന്ത്യയിൽ എത്ര ശതമാനം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും? സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്ത കാലമായിരുന്നു. 20% ആളുകളാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം നമുക്കെല്ലാം വോട്ടിംഗ് റൈറ്റ് കിട്ടി. എൻ്റെ വോട്ടിനും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വോട്ടിനും ഒരേ വിലയാണ്, ഒരേ മൂല്യമാണ്. നമ്മൾ അച്ചീവ് ചെയ്ത ആദ്യത്തെ ഈക്വാലിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റൈറ്റിനുള്ള ഈക്വാലിറ്റിയാണ്. ഭരണഘടന നിലവിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ്. മുൻപ് നികുതി കൊടുത്തിരുന്നവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നതിൽ നിന്ന്, അല്ല അങ്ങനെ പ്രിവിലേജ്ഡ് ആയ ആളുകൾക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവുന്നതിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ തുല്യമായ സിംഗിൾ വോട്ടാണ്. പൊളിറ്റിക്കൽ റൈറ്റ് എല്ലാവർക്കും കിട്ടി. രണ്ടാമത് ഒരു കാര്യം കൂടി സംഭവിച്ചു. എഴുതി വെച്ച് എങ്കിൽ പോലും അത് എത്ര പേർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പ്രധാനമന്ത്രി സ്ഥാനത്തേക്കോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ഒരു MLA ആയിട്ടോ MP ആയിട്ടോ മത്സരിക്കാനുള്ള അവകാശവും പിറ്റേ ദിവസം മുതൽ എല്ലാവർക്കും കിട്ടി. വോട്ടിംഗ് റൈറ്റ് കിട്ടി അന്ന് തന്നെ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശവും കിട്ടി എന്നുള്ളതാണ്. ഇത് രണ്ടും നമ്മൾ പെട്ടെന്ന് നേടിയ ഒരു ലക്ഷ്യമാണ്. അത് തന്നെ നമ്മളെ ഒരുപാട് ദൂരം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇന്ത്യയിലെ ഭരണാധികാരി നേരിട്ട ഒരു വെല്ലുവിളി, നമ്മൾക്ക് നീതിയെപ്പറ്റിയുള്ള കൺസെപ്റ്റ് നടപ്പാക്കണമെങ്കിൽ അത് നിയമങ്ങളിലൂടെ നടപ്പാക്കാൻ പറ്റുള്ളൂ. തലേദിവസം വരെ നിലനിന്നിരുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയത് മുഴുവനും ഒരു വിദേശ രാജ്യം ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമായിരുന്നു. അത് ബ്രിട്ടീഷുകാർക്ക് വേറെ നിയമം, ഇന്ത്യക്കാർക്ക് വേറെ നിയമമായിരുന്നു. ബ്രിട്ടീഷുകാരെ ശിക്ഷിക്കാൻ ഇന്ത്യക്കാരനായ ഒരു ജഡ്ജിക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു നിയമവ്യവസ്ഥയിൽ നിന്നാണ് നമ്മൾ നടന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും നമുക്ക് 1950 കിട്ടിയ പുതിയ മൂല്യവ്യവസ്ഥയ്ക്കനുസരിച്ച് പരിശോധിക്കും. ഓരോന്നും എടുത്ത് പരിശോധിക്കണം. സ്വർണ്ണമാണോ, ചെമ്പാണോ, അല്ല വേറെ എന്തെങ്കിലും ആണോ, എന്നിട്ട് ഇത് സ്വർണ്ണം അല്ലെങ്കിൽ മാറ്റി വെക്കണം, അതിനെ പുതുക്കി പണിയണം. സ്വർണ്ണമാണെങ്കിൽ അതെടുത്ത് വേറൊരു നടപ്പാക്കാനുള്ള പെട്ടിയിലോട്ട് ഇടണം. ഈ പ്രോസസ്സ് ഓരോ നിയമത്തെയും എടുത്ത് ഇത് ഭരണഘടനാനുസൃതമാണോ, ഇത് നമ്മൾ ഇപ്പോൾ ആർജിച്ച മൂല്യവ്യവസ്ഥയ്ക്ക് അനുകൂലമാണോ എന്ന് പരിശോധിച്ച്, ഇല്ലെങ്കിൽ പുതിയ നിയമം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം, ഉണ്ടെങ്കിൽ പഴയ നിയമം റദ്ദാക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ ഭരണാധികാരികളാണ്. അതിൽ സംഭവിച്ച പരാജയമാണ് വാസ്തവത്തിൽ ഭരണഘടന നിലവിൽ വന്ന് 75-ാം വർഷവും എന്തെങ്കിലും ഒരു അനീതി ഈ രാജ്യത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് അവശേഷിക്കുന്നത്. ആ വിചാരണ വാസ്തവത്തിൽ നമ്മൾ നടത്തേണ്ടത് ഈ പ്രോസസ്സ് കൈയാളിയ ആളുകളോടാണ്. അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് നീതിയെ പറ്റിയുള്ള സങ്കല്പം. മുമ്പുണ്ടായിരുന്ന നീതി സങ്കല്പം ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ മുലക്കരം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഏതിനാണ് കലവില്ലാതിരുന്നത്? എല്ലാത്തിനും മീശക്കരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് നിന്ന് ഇന്ന് ചിന്തിക്കുമ്പോൾ നിരന്തരമായ വിചാരണയിലൂടെയാണ് ഇത് സാധ്യമായതെന്നുള്ളതാണ്. നിരന്തരമായ വിചാരണ, കൂട്ടിക്കയറ്റി ആരെയും നിർത്തിയുള്ള വിചാരണയല്ല, പൊളിറ്റിക്കൽ വിചാരണ, സോഷ്യൽ വിചാരണ. ഓരോ ഘട്ടത്തിലും അത് ഫിൽട്ടർ ചെയ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ റിഫോർമേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ചോദ്യമേ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളോടുള്ളൂ. ഭരണഘടനയ്ക്ക് ശേഷവും മുമ്പും എന്നിങ്ങനെ ഇന്ത്യയെ നമ്മൾ നോക്കിക്കണ്ടാൽ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ഒരു പ്രജയ്ക്ക് വെറുതെ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. അതായത് രാജാവ് നിയമം നന്നാക്കി വെള്ളിത്താലത്തിൽ വെച്ച് നമുക്ക് കൊണ്ട് തരുന്ന കാലത്തോളം നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം ചെയ്യേണ്ടത് പുള്ളിയാണല്ലോ. ഇന്നിപ്പോൾ അതല്ല. ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അത് പൗരൻ തന്നെ വിചാരിക്കണം. എന്ന് പറഞ്ഞാൽ പൗരന് ഒരേ സമയം അതിൻ്റെ ബെനിഫിഷ്യറി മാത്രമല്ല, അതിൻ്റെ ഉത്തരവാദിത്വം കൂടി വന്നിരിക്കുകയാണ്, മേക്കർ കൂടിയാണ്. ഈ സിസ്റ്റം ഏതെങ്കിലും നിലയ്ക്ക് നന്നാക്കണമെങ്കിൽ ഈ വിചാരണ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമേ പൗരന് സാധ്യമാവുകയുള്ളൂ. അതാണ് ഇതിനകത്തെ. അപ്പോൾ അവിടെ നിരന്തരമായി നമ്മൾ പൗരൻ ഈ സ്റ്റേറ്റിനെ വിചാരണ ചെയ്യേണ്ടതുണ്ട്, ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ചാർജ് ഫ്രെയിം ചെയ്യേണ്ടതായിട്ട് നമ്മൾ വിചാരണയ്ക്ക് ഒരു പ്രോസസ്സ് പറയുമല്ലോ. ആദ്യം ഒരു FIR ഇടും, FIR ഇട്ട് കഴിഞ്ഞ് നമ്മളൊരു അന്വേഷണം നടത്തും, പിന്നെ ഒരു ചാർജ് ഷീറ്റിലെത്തും, അത് കഴിഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യും, നമ്മൾ നമ്മുടെ ഒരു കേസ് ശരിയാക്കാൻ വേണ്ടിയുള്ള കുറേ ആളുകളെ സാക്ഷികളായിട്ട് കൊണ്ടുവരും, സത്യം വിചാരണയിലേക്ക് സത്യങ്ങൾ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം അനീതിയെയും
ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യവ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഒരു ടെസ്റ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് പോലെ അല്ലേ, എന്ന് ടെസ്റ്റ് പറയും. ഓഫ് ലോയും ടെസ്റ്റ് ഓഫ് സെൻസ് ഓഫ് ജസ്റ്റിസും അതെ, അല്ലെ, ഏത് പ്രോസസ്സിനെയും അതിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 47-ൽ നിലവിലുണ്ടായിരുന്ന പ്രീ ഇൻഡിപെൻഡൻസ് നിയമം എന്ന് പറയുന്ന ഒരു നിയമം നമ്മൾ എടുത്താൽ അത് ഇന്നും ഭരണഘടനാ വിരുദ്ധമായി തുടരും. അത് നമ്മൾ അനുസരിക്കുകയും ചെയ്യും. നമ്മളാരും ഇത് നിയമം ഉണ്ടെങ്കിൽ അനുസരിക്കുമല്ലോ, ഇത് നമ്മൾ അനുസരിച്ചുകൊണ്ടേയിരിക്കും. ഇത് ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്ത് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നത് വരെ ഈ നിയമം നമ്മൾ അനുസരിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ നിയമത്തിൻ്റെ ഒരു കുഴപ്പം. അപ്പം ഈ വിചാരണ നടക്കാത്തതുകൊണ്ടാണ് വാസ്തവത്തിൽ അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ലോ കമ്മീഷനുകളും ഈ കുറേ പ്രീ ഇൻഡിപെൻഡൻസ് ലെജിസ്ലേഷൻസ് ഫിൽട്ടർ ചെയ്യുകയും കുറേ മാറ്റുകയും കുറേ റെക്കമെൻഡ് ചെയ്യുകയും, അതേസമയം പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള കുറേ നിയമങ്ങൾ ഇപ്പോൾ തുടരുന്നുമുണ്ട് നിശബ്ദമായി. ഉണ്ട്. ആർട്ടിക്കിൾ 13 ഞാൻ എന്നോട് ചോദിച്ചാൽ, ആരെങ്കിലും ചോദിച്ചാൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഭരണഘടനയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? കാരണം നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതിനെ പറ്റി. അപ്പോൾ എല്ലാവരും പറയുന്ന ആർട്ടിക്കിൾ 21 ആണ്. കാരണം ജീവിക്കാനുള്ള അവകാശം, അതുപോലെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാം നമ്മൾ ആർട്ടിക്കിൾ 21 നിന്നാണ് എടുക്കുന്നത്. തുല്യതയ്ക്കുള്ള അവകാശമാണ് 14. പക്ഷെ ഞാൻ എപ്പോഴും കാണുന്നത് 13 വാസ്തവത്തിൽ ഏറ്റവും ശക്തമായ ഭരണഘടന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. കാരണം ആർട്ടിക്കിൾ 13 പറയുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇന്ത്യയിൽ നിലനിരുന്ന എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടെങ്കിൽ അത് ഇതിനാൽ അസാധുവാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എക്ലിപ്സ് ആണ്. അതായത് തലേദിവസം വരെ എന്ത് നിയമം ഉണ്ടെങ്കിലും ഈ ഭരണഘടന നിലവിൽ വന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അത് ഇല്ലാത്തതായി കണക്കാക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത ആർട്ടിക്കിൾ 13(1)ഉം 13(2)ൽ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും നിയമം ഉണ്ടെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഉണ്ടാക്കിയാലോ കോടതികൾക്ക് അത് റദ്ദാക്കാൻ കഴിയും. മൗലികാവകാശത്തിന് വിരുദ്ധമായി നിയമം ഉണ്ടാക്കിയാൽ അത് റദ്ദാക്കാൻ കഴിയും എന്ന് പറയുന്നു. അപ്പം നമ്മളിപ്പോൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മൗലികാവകാശമെല്ലാം എടുത്തു കളഞ്ഞിട്ട് നാളെ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയാലും അതൊരിക്കലും ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയില്ല. അത് ലളിതമായിട്ട് പറഞ്ഞാൽ 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങളും കൂടി തീരുമാനിക്കുകയാണ് എന്നെയോ സുധിച്ചേട്ടനെയോ അങ്ങ് തീർക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചിലപ്പോൾ ഇവിടെ ഇരുന്ന് ചിലപ്പോൾ പാകിസ്ഥാന് 2 ജയ് വിളിച്ചെന്ന് വിചാരിച്ചു. അങ്ങനെ സംഭവിക്കാൻ വേണമെങ്കിൽ അപ്പോൾ എല്ലാവരും കൂടി എന്നെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പാർലമെൻറ്റിലെ എല്ലാ MP-മാരും കൂടി വോട്ട് ചെയ്യുകയാണ്, ഇയാളെ തൂക്കിക്കൊല്ലാൻ തീരുമാനിക്കുന്നു. സുപ്രീം കോടതിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം വരുന്നു, അല്ലെങ്കിൽ ഹൈക്കോടതികളിലേക്ക് പോകുന്ന ഒരു ഘട്ടം വരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഒരാൾ പോലും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഈ സൈഡിൽ. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിന്ന് കോടതിയിൽ പറയുകയാണ് ഇതെൻ്റെ മൗലികാവകാശം, ജീവിക്കാനുള്ള അവകാശത്തിന് ലംഘനമാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് പറയണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകളുടെയും ഹിതമാണെങ്കിലും അത് ഇന്ത്യയിൽ നടപ്പാവില്ല. കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടെസ്റ്റ് പാസ്സാവില്ല. അത് എൻ്റെ മൗലികാവകാശത്തിന് വിരുദ്ധമാണെങ്കിൽ. മനസ്സിലായോ? അതുകൊണ്ട് നിയമം എന്ന് പറയുന്നത് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതാണെന്നോ ഭൂരിപക്ഷത്തിൻ്റെ ഹിതമാണെന്നോ ഭൂരിപക്ഷം പറയുന്നത് ശരിയാണെന്നോ അർത്ഥമില്ല. ഈ മൂല്യവ്യവസ്ഥ അത് ശരിവെച്ചാൽ മാത്രമേ നമുക്ക് നിയമത്തെ നടപ്പാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഭൂരിപക്ഷം ആളുകൾ ചേർന്ന് കുറച്ച് ആളുകളുടെ ജീവിക്കുവാനുള്ള മൗലികാവകാശങ്ങൾ കവർന്നെടുക്കാൻ വിചാരിച്ചാൽ ഒരു കാലത്തും നടക്കില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ മൂല്യവ്യവസ്ഥ. ഇനി ആ ഭരണഘടനാ സാധനങ്ങളിൽ നിന്ന് വസ്തുതകളിൽ നിന്ന് കുറച്ചുകൂടി എനിക്ക് കൂടി പരിചിതമായ അല്ലെങ്കിൽ ഈ ഭൂരിഭാഗം ആളുകൾക്കും കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തട്ടെ. മാധ്യമങ്ങളും ഡിസ്പെൻസേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നിർവഹണവും. ഇന്ത്യയെ പോലൊരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ വളരെ നിർണായകമായ പങ്കുവഹിക്കുന്ന സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന ഒരു രാജ്യത്ത് എന്താണ് മാധ്യമങ്ങൾക്ക് നീതി നിർവഹണവുമായിട്ടുള്ള റോൾ എന്താണ്? നമ്മൾ മാധ്യമങ്ങളുടെ റോള് പറയുമ്പോൾ പലപ്പോഴും നിലനിൽക്കുന്ന സമൂഹത്തിലുള്ള റോളിനെ പറ്റി അങ്ങനെ ചുരുക്കി പറയാറുണ്ട്. അതായത് ഈ കാലത്ത് എന്താണ് ഒരു വെല്ലുവിളി? ഞാൻ വാസ്തവത്തിൽ കാണുന്നത് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തനം തുടങ്ങുന്ന മാധ്യമങ്ങളുടെ പൊതുവായ ഒരു ഡ്യൂട്ടി എന്താണെന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ മീഡിയയുടെ റോൾസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. അതായത് വലിയ അനീതി നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് നിന്ന് നീതിയുള്ളൊരു രാജ്യത്തേക്ക് നടന്നു പോകണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇന്ന് അൺടച്ചബിലിറ്റി നിലനിൽക്കുന്ന സമൂഹങ്ങളില്ലേ? നമ്മുടെ വാളയാർ കഴിഞ്ഞങ്ങോട്ട് പോയാൽ തമിഴ്നാട്ടിലേക്ക് ചെല്ലുന്ന ഗ്രാമങ്ങളിൽ പലയിടത്തും നമുക്ക് ചെന്നാൽ ഇപ്പോഴും ഗ്ലാസ് 2 ഗ്ലാസ്സാണ്. വാളയാറിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. വാളയാർ ഒരു സജീവ ചർച്ചയുമാകും ഞാൻ കരുതുന്നു. അതെ, ഞാൻ പറഞ്ഞത് ഈ
തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും പല ജാതിക്കാർക്ക് പല ചായ ഗ്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അവിടെ ചില കിണറ്റിൽ പോയി നമുക്ക് നേരിട്ട് വെള്ളം എടുക്കാൻ പറ്റില്ല. നമ്മൾ 75 വർഷം കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴും നമ്മുടെ ഭരണഘടന പറയുന്ന സംഗതി, എഴുതി വെച്ച സംഗതി അവരിൽ എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കുറ്റം ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഭരണാധികാരികൾക്ക് മാത്രമല്ല. അപ്പം അനീതി എവിടെ നടക്കുന്നു അത് തുറന്ന് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന്, ഭരണാധികാരിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അതിനെ മാറ്റുക എന്നുള്ളൊരു ഒരു വിസിൽ ബ്ലോവറുടെ ഉത്തരവാദിത്തമാണ് വാസ്തവത്തിൽ മാധ്യമങ്ങൾ നിർവഹിക്കേണ്ട ഒന്ന്. 2, ഈ ആളുകൾക്ക് അറിയണ്ടേ ഇങ്ങനൊരു അവകാശം അവർക്കുണ്ടെന്ന്. ഇപ്പോൾ വോട്ടിംഗ് റൈറ്റ് കൊടുത്തുകൊണ്ട് ബില്ല് പാസ്സാക്കിയാൽ ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇത് അറിയണ്ടേ വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഭർത്താവ് പൊക്കോളാൻ പറയും, അല്ലെങ്കിൽ അച്ഛൻ പൊക്കോളാൻ പറയും. ഈ അവകാശ ബോധം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും വാസ്തവത്തിൽ മാധ്യമങ്ങൾക്കുണ്ട്. അത് ഒരു ഡിസ്പെൻസേഷൻ ഓഫ് ജസ്റ്റിസിൻ്റെ അടിസ്ഥാന പാഠമാണ്. എന്ത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് കേട്ടോ എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. വാസ്തവത്തിൽ അത് നടക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ സുധിച്ചേട്ടൻ പറഞ്ഞ പോലെ ലോ കമ്മീഷനുകൾ, അവരുടെ റിപ്പോർട്ടുകൾ, പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ, ഗഹനമായ സംഗതികൾ കാണുമ്പോൾ ഞാൻ ഈ ലോയ്ക്ക് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ വലിയ വലിയ ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഏത്, ഇന്ത്യ നന്നാക്കുക, മെച്ചപ്പെടുത്തുക, സാമൂഹികമായിട്ടുള്ള സംഗതികൾ മെച്ചപ്പെടുത്തുക. നമുക്കിതിലൊരു റോളില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഈ ലോ കമ്മീഷൻ്റെ ഓരോ നിയമനം കഴിയുമ്പോഴും അവർ പത്രത്തിൽ ഒരുപാട് കാശ് ചിലവാക്കി പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഇൻപുട്ട് തരാനുണ്ടോ? ഇന്ത്യയിൽ എന്തെങ്കിലും ചേഞ്ച് ഭരണഘടനയിൽ ഉണ്ടാക്കാൻ, നിയമങ്ങളിൽ ഉണ്ടാക്കാൻ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, ലോ കമ്മീഷനൊക്കെ എത്ര 1000-ൽ താഴെ സജഷൻസാണ് ഈ 140 കോടി ആളുകളിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളതാണ് അത്ഭുതകരമായ. അത് പലപ്പോഴും കൊടുക്കുന്നത് റിട്ടയർഡ് ജസ്റ്റിസുമാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോ ഒക്കെയാണ്. സാധാരണക്കാരനുഭവിക്കുന്ന ഭരണഘടനാ മൗലികാവകാശ ലംഘനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും വാസ്തവത്തിൽ എത്തുന്നില്ല. ഇത് സായിനാഥ് പറഞ്ഞതുമായിട്ട് ചേർത്ത് വായിച്ചാൽ, ഒരു ലാക്മേ കോമ്പറ്റീഷൻ, ഒരു ഫാഷൻ പരേഡ് നടക്കുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മീഡിയയിൽ നിന്ന് പോകുന്ന റിപ്പോർട്ടർമാരുടെ എണ്ണമാണോ, ഒരു അട്ടപ്പാടി പോലൊരു സ്ഥലത്തുള്ള പട്ടിണി മരണം റിപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണമാണോ മീഡിയ ഹൗസസിൽ കൂടുതൽ എന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ ഉത്തരം. അതായത് യഥാർത്ഥത്തിൽ ഈ മൂല്യവ്യവസ്ഥ എത്തിച്ചേരേണ്ട സ്ഥലങ്ങളിലേക്ക് മീഡിയയുടെ കൈകൾ എത്തുന്നില്ല. പകരം അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ക്ലിക്ക് കിട്ടി. ഇപ്പോൾ ക്ലിക്കാണല്ലോ, പണ്ട് വായനക്കാരനാണ്, ഇപ്പോൾ ക്ലിക്കാണ്. ക്ലിക്കിലേക്ക് എത്താൻ പറ്റിയ രീതിയിലുള്ള അതാണ് മാധ്യമപ്രവർത്തനം എന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പം ഇപ്പോഴത്തെ കാലത്ത് എന്താണ് മീഡിയ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് സർക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണാധികാരി, അതിപ്പോൾ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മാത്രമല്ല, കോടതികളുണ്ട്. കോടതികൾ ചെയ്യുന്ന തെറ്റും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. നിയമനിർമ്മാണ സഭയും കോടതിയും ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഒരു മാധ്യമധർമ്മമായിട്ട് ഞാൻ കാണുന്നു. 2, സമൂഹത്തെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഈ സമൂഹത്തിലേക്ക് നമുക്ക് ഇന്ന അവകാശങ്ങളുണ്ട്, ഇന്ന നിയമങ്ങളുണ്ട്, ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സുതാര്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ഒരു ട്രാൻസ്ലേറ്ററുടെ പണിയാണ്. ഇവിടുന്ന് പറയുന്നത് അങ്ങോട്ടും അവിടെ നിന്ന് പറയുന്നത് ഇങ്ങോട്ടും. അപ്പോഴാണ് ഈ 3 കാലുള്ള ഈ ഇതിൻ്റെ 4ാമത്തെ കാലമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ള ഈ കണക്ടിവിറ്റി ആണ് മാധ്യമങ്ങളുടെ ധർമ്മം. അത് നിർവഹിക്കണമെങ്കിൽ ആദ്യം മാധ്യമങ്ങൾക്ക് ഇതേപ്പറ്റി ധാരണ ഉണ്ടായിരിക്കണം. ഒരു വിചാരണ നടക്കുന്നു, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ റേപ്പ് കേസുകൾ വരുന്നു. റേപ്പ് കേസ് വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് കേൾക്കുന്നൊരു കാര്യമുണ്ട്, പോലീസ് പിടിച്ച ആളുകളെല്ലാം അപ്പം തന്നെ വെടിവെച്ച് കൊല്ലണം. ഞാൻ കേൾക്കാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പം മാധ്യമപ്രവർത്തകനും തോന്നുകയാണ് ഇത് ശരിയാണെന്ന് തോന്നിയാൽ പിറ്റേ ദിവസം 1-ാം പേജിൽ വരും ഇവരെ കൊല്ലണം, അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അതാണോ നടക്കേണ്ട വിചാരണ? അവർ പ്രതിയാണെന്ന് ആര് തീരുമാനിച്ചു? ആൾക്കൂട്ട വിചാരണയ്ക്കൊപ്പം മാധ്യമങ്ങളും കൂടുന്നു എന്നുള്ളതാണ്. അതെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീതിയെ പറ്റിയുള്ള സങ്കല്പം വാസ്തവത്തിൽ മാധ്യമപ്രവർത്തനം തൊഴിലായിട്ടോ അല്ലെങ്കിൽ പാഷനായിട്ടോ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞാൻ സുചേട്ടൻ അറിയായിരിക്കും, പലപ്പോഴും നമ്മൾ ഈ ജേർണലിസം കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് ലോയുടെ ഇതിനെപ്പറ്റി. നമ്മൾ അവരോട് ചോദിക്കും, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്നിങ്ങനെ 3 തരത്തിൽ നമ്മൾ ഭരണവ്യവസ്ഥയെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ജോലി എന്താണ്? അപ്പോൾ അവർ പറയും നിയമനിർമ്മാണം, നിയമവ്യാഖ്യാനം, നിയമം നടപ്പാക്കൽ. അത് അടുത്ത ഘട്ടത്തിലേക്ക് ചില അനീതി നടക്കുന്നതിന് ചിലപ്പോൾ നിയമവും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാണ്, ചില നിയമം വായിച്ചാൽ ആ നിയമം തന്നെ ഒരു അനീതി ഉള്ള നിയമമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ പലരും വളരെ ഈസി ആയിട്ട് പറഞ്ഞത് ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്താൽ പോരെ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, പൊതു താല്പര്യ ഹർജി കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന്. അപ്പോൾ ഈ അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വേർതിരിക്കുന്നു പറഞ്ഞപ്പോൾ എന്താണ് പൊതു താല്പര്യ ഹർജികളിലൂടെ നടക്കുന്നതെന്നും അറിഞ്ഞുകൂടാ വാസ്തവത്തിൽ. കാരണം ഈ പത്രം വായിച്ചുള്ള വിവരം ഞാൻ പറയുന്നത് ഇത് 3ഉം എന്താണെന്ന് മനസ്സിലാക്കൽ കൂടി ഇത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആൾക്കൂട്ട വിചാരണയ്ക്കും ആൾക്കൂട്ട നീതിക്കും നിന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളത്
ഏതൊരു മാധ്യമത്തിൻ്റെയും അടിസ്ഥാന ധർമ്മമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെയാണ് ജനാധിപത്യം പരാജയപ്പെട്ടു പോകുന്നത്. ജനാധിപത്യം വിജയിക്കുന്നത് ഇൻഫോംഡ് കൺസെൻറ്റുകളിലൂടെയാണ്. ഇൻഫോംഡ് അല്ലാത്തൊരു കൺസെൻറ്റ് ഇറ്റ് ഈസ് നോ മോർ എ കൺസെൻറ്റ്. 500 MP വോട്ട് ചെയ്യുന്ന ഒരു ബില്ല്, ആ 500, ഞാനൊരു ടെസ്റ്റ് പറഞ്ഞു. ഞാൻ ഡൽഹിയിലുള്ള എൻ്റെ ഒരു മാധ്യമ സുഹൃത്തിനോട് പറഞ്ഞു, ഓരോ പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന MP ഒറ്റയ്ക്കൊറ്റയ്ക്ക് പിടിക്കുക, എന്നിട്ട് അവരോട് ചോദിക്കുക നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയും. ഇതിനിടയിൽ ചോദിക്കുക 2-3 ബില്ലിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ ബില്ലൊക്കെ വായിച്ചു നോക്കി, ഇത് എങ്ങനെ ഉണ്ടായിരുന്നു. ഇവർ വായിച്ചിട്ടുണ്ടാവില്ല, ഇത് പാസ്സായി പോയിട്ടുണ്ടാവും, ഇദ്ദേഹം വോട്ടും ചെയ്തിട്ടുണ്ടാവും. വോട്ട് ചെയ്ത MP എത്ര പേർക്ക് ഈ നിയമം എന്താണെന്ന് അറിയാം എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതില്ല. അപ്പോൾ ഇൻഫോംഡ് കൺസെൻറ്റിന് പകരം അവിടെ നടക്കുന്നത് പൊളിറ്റിക്കൽ കൺസെൻറ്റാണ്, കൺസെൻറ്റ് മേക്കിംഗ് ആണ്. നമ്മുടെ നോം ചോംസ്കി പറയുന്ന പോലെ കൺസെൻറ്റ് മേക്കിംഗ് ആണ്. ഇന്ന് ഭാരതത്തിൽ നടക്കുന്നത് ഈ കൺസെൻറ്റ് മേക്കിംഗ് ആണ്. മാധ്യമങ്ങൾ ചെയ്യുന്നത് വാസ്തവത്തിൽ അവർ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം അവർ ശരിയാണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയും ആ ശരിക്ക് വേണ്ടി ആളുകളുടെ കൺസെൻറ്റ് നിർമ്മിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇത് ശരി തന്നെയാണോ എന്നുള്ള പരിശോധന അവിടെ നടക്കുകയാണ്. ഇതാണ് ഞാൻ കാണുന്ന ഒരു പ്രശ്നം. ഞാൻ ഈ ആൾക്കൂട്ട നീതി അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒന്ന് വിപുലപ്പെടുത്തിയാൽ ഒരു പൊതുബോധ നിർമ്മിതിയുണ്ട്. ഒരു കുറ്റകൃത്യം നടക്കുന്ന ഒരു സംഭവമോ രാഷ്ട്രീയമോ എന്തെങ്കിലും ആകട്ടെ, അതിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന കൺക്ലൂഷൻ, അതെ, അതിലേക്ക് എത്തി ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ടോ? ആ പൊതുബോധ നിർമ്മിതി എന്താണ് മാധ്യമങ്ങളുടെ റോള്? അത് എനിക്ക് തോന്നുന്നു അത് ഒരു പ്രീ ഇൻഡിപെൻഡൻസ് ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ എല്ലാ അന്വേഷണങ്ങളും, വ്യക്തിപരമായ അന്വേഷണങ്ങളും ചെന്നെത്തി നിൽക്കുന്നത് പ്രജയിൽ നിന്ന് പൗരനിലേക്കുള്ള ഒരു യാത്ര. നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ അതൊരു ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റേജിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ പ്രജയായിരിക്കുന്ന കാലത്ത് നമുക്ക് എളുപ്പത്തിൽ പല കാര്യങ്ങളിലും സമവാക്യങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താൻ പറ്റും. രാജാവ് ഒരാളെ പിടിച്ചു, അയാളെ ശിക്ഷിക്കുന്നു, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റൻസ് ആണ് അന്നത്തെ പ്രജയുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയും ഉത്തരവാദിത്വം. അതിനകത്ത് റിബൽ നേച്ചർ ഇല്ല, അതിനകത്തൊരു റിവ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല, അന്വേഷണമില്ല, സ്വീകരിക്കുക. ഇല്ലെങ്കിൽ എന്ത് പറയും, നമ്മുടെ ഗതികേടാന്ന് പറയും. ശാപം എന്നൊക്കെയുള്ള വാക്ക് സ്ഥിരമായിട്ട് മലയാള ഭാഷകളൊക്കെ ഉപയോഗിക്കും. പത്രപ്രവർത്തനം, ഇതാണ് നമ്മുടെ നാടിൻ്റെ ശാപം. എന്തോന്നും അങ്ങനെ ശാപം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. നമ്മൾ വിചാരിച്ചാൽ, ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റാത്ത ഏത് പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാൻസിഷൻ പൂർത്തീകരിച്ചാൽ, പ്രജയാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഇതിനകത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ആണോ നമ്മൾ ഈ പറഞ്ഞ സാധനം, നമ്മൾ പറഞ്ഞത് ശരിയായിരിക്കുമോ, നമുക്ക് വന്നൊരു നോഷൻ ശരിയായിരിക്കുമോ എന്ന് നമുക്ക് തോന്നുള്ളൂ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബസ്സിൽ എല്ലാവരും കൂടെ പോവുക. അപ്പോൾ ഒരാളുടെ പോക്കറ്റ് അടിച്ചു. അപ്പോൾ ആ ബസ്സിലുള്ള എല്ലാവരും പോക്കറ്റ് അടിച്ചെന്ന് പറഞ്ഞ് വിളിച്ചു പോകും. ആ ബസ്സിനകത്തൊരു തമിഴൻ, ഇച്ചിരി കറുത്ത്, ഒരു ടിപ്പിക്കൽ ദ്രാവിഡിയനായിട്ടൊരു ഒരു ലുക്കുള്ള ഒരു തമിഴനുണ്ടെന്ന് വിചാരിക്കുക. 10 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ആദ്യത്തെ അടി ആ തമിഴനിട്ടിട്ട് ആ ബസ്സിലുള്ള ആളുകൾ വെച്ച് കഴിഞ്ഞിരിക്കും, ഇല്ലേ? ഉറപ്പാണ്. അങ്ങനെ ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. എന്നിട്ട് ഇവൻ കള്ളനാണെന്ന് ആരെങ്കിലും പറയുകയും കൂടെ ചെയ്താൽ അതിലൂടെ പോകുന്നവരെല്ലാം ഓരോന്ന് വെച്ച് കൊടുക്കും. ഇത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ഹാജരാക്കും. പോലീസ് അന്വേഷിച്ച് പിടിച്ച് വരുമ്പോഴായിരിക്കും ഇദ്ദേഹം ആയിരിക്കില്ല, ചിലപ്പോൾ നല്ല മിക്കവാറും ആയിരിക്കില്ല ചിലപ്പോൾ. പക്ഷേ യഥാർത്ഥ കള്ളൻ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും? അവിടെ നിറമാണ് നമ്മളെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചത്. പോലീസ് രാത്രി പട്രോളിങ്ങിന് പോകുമ്പോൾ ഒരു അസ്വാഭാവികമായിട്ട് കുറച്ച് പേര് കൂടി നിൽക്കുന്നുണ്ട്, ജീപ്പ് ചവിട്ടി നിർത്തിയാൽ, ഞാനിങ്ങനെ നല്ല വെൽ ഡ്രസ്ഡായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്നെ പുള്ളി വിട്ടുകളയും. വളരെ മോശമായിട്ട് വസ്ത്രം ധരിച്ച് ചിലപ്പോൾ വല്ല നിലത്ത് വീണ് പരിക്ക് പറ്റിയതോ എന്തെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും ഒരാൾ കിട്ടുന്നില്ല, എന്താണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. ആ പ്രജുഡിസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ലുക്കിൽ നിന്നുണ്ടാകുന്ന, അപ്പിയറൻസിൽ ഉണ്ടാകുന്ന പ്രജുഡിസാണ്. മതത്തിൻ്റെ പ്രജുഡിസ് ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം, വളരെ പ്രോമിനൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാം. നമ്മളുടെ കണ്ണിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ കണ്ണിന് പ്രജുഡിസസ് ഉണ്ട്. എൻ്റെ കണ്ണിനുണ്ട്. ഈ ശീലം നമ്മുടെ തെറ്റായ പാസ്റ്റിൽ നിന്നുണ്ടാകുന്നതാണ്. ഇത് മാറ്റിയെടുത്തിട്ട് ഈ പ്രിജുഡിസുകളെ ഒഴിവാക്കി ഫിൽട്ടർ ചെയ്ത് ഈ പ്രിജുഡിസ് ഇല്ലാത്ത ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് വ്യക്തിഗതമായി ഞാനും പോകണം, സമൂഹവും പോകണം. ഈ പ്രോസസ്സാണ് നമ്മൾ പൗരനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ, പ്രജയിൽ നിന്ന് പൗരനിലേക്ക് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രക്രിയ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് നടപ്പാക്കലാണ് മാധ്യമങ്ങളുടെ അതിലേക്കൊരു കാറ്റലിസ്റ്റായിട്ട് മാറാനാണ് മാധ്യമങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ആൾക്കൂട്ടം പറയുന്ന ആൻസർ ആയിരിക്കില്ല വാസ്തവത്തിൽ നമ്മുടെ പല പ്രശ്നത്തിനും വേണ്ടത്. അതായത് ഇപ്പോൾ ക്രിമിനൽ കേസുകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, നമുക്ക് വേണ്ടത് അപ്പോൾ
പ്രതിസ്ഥാനത്ത് വന്ന ആളുകളുടെ ശിക്ഷയാണ്. അയാൾ യഥാർത്ഥത്തിൽ ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു അന്വേഷണത്തിന് നമുക്ക് സമയമില്ല. ജനാധിപത്യം വളരെ കോസ്റ്റ്ലി പ്രക്രിയയാണ്. ഒരുപാട് പണം ചെലവിട്ടിട്ടുള്ള, സമയം ചെലവിട്ടിട്ടുള്ള, ഊർജം ചെലവിട്ടിട്ടുള്ള പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. എളുപ്പപ്പണിയല്ല. രാജാവിനായിരുന്നു എളുപ്പം ഉണ്ടായിരുന്നു. ഇലക്ഷൻ വേണ്ട, അതിനുള്ള സംവിധാനങ്ങളൊന്നും വേണ്ട. അതുപോലെ ഇപ്പോൾ വിചാരണയാണെങ്കിലും വേണ്ട, തൂക്കിക്കൊല്ലാനൊക്കെ വളരെ എളുപ്പം പറ്റും, കഴിവേറ്റുക എന്ന് പറ്റും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ജഡ്ജിയെ വെക്കണം, തെളിവ് സംഘടിപ്പിക്കണം, അയാൾക്ക് അതിൻ്റെ കോപ്പി കൊടുക്കണം. നമ്മൾ ഈ അജ്മൽ കസബിനെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴേ, അജ്മൽ കസബിന് ഇന്ത്യയിലെ ഒരു ഭാഷയും അറിഞ്ഞുകൂടായിരുന്നു, പാകിസ്ഥാനി. അപ്പോൾ അജ്മൽ കസബിനെ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ TV കണ്ടതല്ലേ. പുള്ളി ഒരു ബോംബ് പോലെ വന്ന് താജിൽ പോയി ബോംബെയിൽ പൊട്ടിത്തെറിക്കാൻ നോക്കി, അത് പിടിച്ചു, കൈയോടെ പിടിച്ച് അന്നത്തെ അപ്പം തന്നെ വെടിവെച്ച് വന്നാൽ പോരായിരുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥ ഒരു ജഡ്ജിയെ വെച്ച് ഇയാൾക്കെതിരായിട്ടുള്ള ചാർജ് ഷീറ്റ് മുഴുവനും അയാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വായിച്ചു കൊടുക്കാനുള്ള ഒരു ദ്വിഭാഷിയെ വെച്ച് ആ ദ്വിഭാഷയിലൂടെ അയാൾക്കിത് വായിച്ചു കൊടുപ്പിച്ചിട്ട് അയാൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ച് മുഴുവൻ സാക്ഷികളെയും വിസ്തരിക്കുന്നതിൻ്റെ ട്രാൻസ്ലേഷൻ അയാളെ കേൾപ്പിച്ചതിന് ശേഷമാണ് 313 പ്രൊസീഡിങ്സ് പൂർത്തിയാക്കിയിട്ടാണ്. അല്ല, അതിനു മുമ്പ് മറ്റൊരു ഘട്ടം കൂടി ഉണ്ടല്ലോ. ഇയാൾ ഇഫ് ഹി ഈസ് നോട്ട് റെപ്രസെന്റഡ് ബൈ എ ലോയർ, ദി സ്റ്റേറ്റ് സർക്കാർ ചെലവിൽ വക്കീലിനെ വെച്ച് കൊടുക്കും. തീർച്ചയായിട്ടും വക്കീലിനെ വെച്ച് കൊടുക്കേണ്ട വലിയൊരു, ഞാൻ വിട്ടുപോയൊരു ഏരിയ. സത്യത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പുള്ളിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ നാട്ടിൽ കിട്ടാവുന്ന കൊള്ളാവുന്ന വക്കീലിനെ പുള്ളിക്ക് വെച്ച് കൊടുത്തിട്ട് പുള്ളി പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഏറ്റവും എളുപ്പ വഴിക്ക് ക്രിയ പറ്റുന്നതാണെങ്കിൽ വെടിവെച്ച് കൊല്ലുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നടത്തുന്നത് നീതിയല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അതാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഏറ്റവും പെട്ടെന്ന് നടന്ന വിചാരണ ഏതാണെന്ന് നോക്കിയാലേ എനിക്ക് തോന്നുന്നു യേശു ക്രിസ്തുവിൻ്റെ വിചാരണയായിരിക്കും. 3 ദിവസം കൊണ്ട് കഴിഞ്ഞില്ലേ? ആ രക്തത്തിൽ നിന്ന് കൈ കഴുകുക എന്ന് പറഞ്ഞ ഭാഷാ പ്രയോഗം പോലും. 3-ാമത്തെ ദിവസം പീലാത്തോസ് കൈ കഴുകി, വിചാരണ നടപ്പാക്കി. അങ്ങനെ ചരിത്രത്തിൽ വേറെയും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ആളുടെ വിചാരണ അന്ന് വൈകുന്നേരം തീർന്നു. വിചാരണ നമുക്ക് എന്താ പറയുന്നത്, വിചാരണയുടെ വേഗം എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം അനീതി നടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ജൂറിസ്പ്രുഡൻസ് പറയുന്നത്. ഈ കോപ്പി കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, ആ കുറ്റാരോപിക്കപ്പെടുന്ന ആളുകൾക്ക് കോപ്പി കൊടുക്കണമെന്ന് പറയുമ്പോൾ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, വളരെ പ്രശസ്തമായ ഒരു റേപ്പ് കേസ് ഇപ്പോൾ നടക്കുന്നുണ്ട്, വിചാരണ നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇങ്ങനെ ആക്ടർ റേപ്പ് കേസ് നമ്മൾ സെൻസിറ്റീവ് ഒതുക്കി പറയുന്ന റേപ്പ് കേസ്. ഇതിൽ ഒരു ദിവസം കണ്ട സംഭ്രമജനകമായ വാർത്ത, ഒരു പ്രധാനപ്പെട്ട ചാനലിൽ വന്ന വാർത്ത, പ്രതിക്ക് കിട്ടാൻ പാടില്ലാത്ത രഹസ്യരേഖകൾ പ്രതിയുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്തു. ജഡ്ജിയുടെ കയ്യൊപ്പുള്ള രേഖ ഫോണിൽ നിന്ന് കണ്ടെടുത്തു. ആ ചാനൽ ആ വാർത്ത ആഘോഷിച്ചു. വലിയ ബഹളമായി. ഈ സ്ഥിരം ചാനൽ ചർച്ച തൊഴിലാളികളെല്ലാം അതിൽ പങ്കെടുക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആക്ടർ റേപ്പ് കേസ് ആദ്യം മുതൽ പിന്തുടരുന്ന ഒരു ലേഖകൻ എന്നുള്ള നിലയ്ക്ക് ഞാനിത് അന്വേഷിച്ചത് എന്താണ്. ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. അതുപോലെ അടിസ്ഥാനപരമായി ഒരു ക്രിമിനൽ കേസിൽ ഒരു പ്രതിക്ക് കിട്ടാൻ പാടില്ലാത്ത ഒരു രേഖയുമില്ല, ശരിയല്ലേ? അയാൾക്കെതിരെ പ്രോസിക്യൂഷൻ ഏതെല്ലാം രേഖകൾ പരിഗണിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം പകർപ്പ് അയാൾക്ക് കിട്ടേണ്ടതുണ്ട്. വായിച്ച് കേൾപ്പിച്ചാൽ പോരാ, അത് കേൾക്കുകയും വേണം. ഈ പർട്ടിക്കുലർ കേസിൽ ഇതിൽ പ്രധാനപ്പെട്ട സിനിമാ നടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ രഹസ്യരേഖ എന്ന് പറയുന്നത് ഈ പറഞ്ഞ അലജ്ഡ് റേപ്പ്, അങ്ങനെ പറയാമോ, അലജ്ഡ് റേപ്പ് ചിത്രീകരിച്ച മെമ്മറി കാർഡിൻ്റെ ക്ലോൺഡ് കോപ്പി എടുക്കാൻ സുപ്രീം കോടതി അനുവദിച്ചിരുന്നു. ഈ പറഞ്ഞ റേപ്പ് ചിത്രീകരിച്ച ക്ലോൺഡ് കോപ്പിക്ക് സ്വാഭാവികമായി അയാൾക്ക് അർഹതയുണ്ടെങ്കിലും ഫെയർ ട്രയലിൻ്റെ ഭാഗമായി അയാൾക്ക് കിട്ടാൻ എല്ലാ അർഹതയും അവകാശവും ഉണ്ടെങ്കിലും സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ഇതൊരു വ്യക്തിയുടെ പ്രൈവസി കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരുന്നില്ല, പകരം നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോൺഡ് കോപ്പി നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കോ നിങ്ങൾ നിയോഗിക്കുന്ന അഭിഭാഷകർക്കോ എത്ര തവണ വേണമെങ്കിലും ഇത് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോറൻസിക് എക്സ്പേർട്ടിനെ കൊണ്ട് ഇത് പരിശോധിപ്പിക്കാം. എന്നിട്ട് യു ക്യാൻ ഫ്രെയിം ക്വസ്റ്റ്യൻസ്. ഒരു ഫെയർ ട്രയൽ അല്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ക്ലോൺഡ് കോപ്പി എടുക്കേണ്ടത് ചണ്ഡീഗഡിലെ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലാണ്. ഈ കേസിൽ 2 പോലീസുകാരി മെമ്മറി കാർഡുമായി ചണ്ഡീഗഡിലേക്ക് ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. കോടതി പറഞ്ഞു, നിങ്ങൾ ചണ്ഡീഗഡിലേക്ക് ട്രെയിനിൽ പോയി വരുമ്പോൾ സമയമെടുക്കും, വൈ ഡോണ്ട് യു ഫ്ലൈ, ദാറ്റ് വിൽ ബി മോർ സേഫ്. നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്നതിൻ്റെ യാത്രാ ചെലവ് ഈ പ്രതി നിർവഹിക്കണമെന്ന് പറഞ്ഞ് ഒരു ഓർഡർ ഇറങ്ങുന്നു. ഈ ഓർഡറിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ആണ് പ്രതിയുടെ ഫോണിൽ കണ്ടു എന്ന് പറയുന്ന രഹസ്യരേഖകളിലൊന്ന്.
അത് എത്രമാത്രം ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞൊരു പൊതുബോധ നിർമ്മിതിയെ അതിന് സഹായിക്കുന്ന രീതിയിൽ. അപ്പോൾ എന്തോ വലിയ നീതി നിഷേധം, ഈ സിനിമാ താരത്തിന് എന്തോ വലിയ നീതി നിഷേധം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി എന്തോ വലിയ ഗൂഢാലോചന ജഡ്ജിയും കോടതിയും നീതി സംവിധാനങ്ങളും ഒക്കെ ചേർന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു പൊതുബോധ നിർമ്മിതിയിലേക്ക് അത് എത്തിയിരുന്നു. അങ്ങനൊരു വസ്തുത ഇല്ലേ ഇതിനകത്ത്? പലപ്പോഴും ട്രയൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ക്ഷമയുള്ള വേണ്ട പരിപാടിയാണ്. ഇപ്പോൾ ആ കേസ് റിപ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, 4-5 വർഷം 5-8 വർഷം എടുക്കുന്ന ഒരു പ്രക്രിയ നടക്കും. ഒരു റിപ്പോർട്ടർ അതിൻ്റെ പുറകെ പോയാൽ, ഒരു കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രയൽ ആയതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇത്ര വിശദമായിട്ട്, എത്ര വർഷം എത്ര ദിവസം അവിടെ പോയി ഇരിക്കേണ്ടി വരും? അല്ല, ഇതിനകത്തൊരു പ്രശ്നം, ഇത് ഒരു റേപ്പ് കേസ് ആയതുകൊണ്ട് പ്രൊസീഡിങ്സ് ആർ ഓൾ ഹെൽഡ് ഇൻ ക്യാമറ. അല്ല, ഞാൻ ചോദിക്കുന്നത് അത് തുടങ്ങിയ അന്ന് മുതൽ ഒരു റിപ്പോർട്ടർ, കൊച്ചിയിലെ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് അത് ഫോളോ ചെയ്യുന്ന ഒരാൾ അതിൻ്റെ പുറകെ പോകണ്ടേ? വേണം. അതിൻ്റെ രേഖകളെല്ലാം കാണണ്ടേ? വേണം. അതിലെല്ലാവരുമായി സംസാരിക്കണ്ടേ? വേണം. ആയിരക്കണക്കിന് പേജുകൾ അടങ്ങിയ അല്ലെങ്കിൽ 10,000 പേജുകൾ അടങ്ങിയ എല്ലാ രേഖകളും വായിച്ച് നോക്കണ്ടേ? വേണം. ഈ വായിച്ച് നോക്കി പലപ്പോഴും നമുക്ക് ഒരു ന്യൂസ് ചിലപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തോളം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ പണി മാത്രം ചിലപ്പോൾ വൃതാവിലായി പോകും. പല കേസുകളും നമ്മൾ വായിച്ചിട്ട് കൊടുക്കേണ്ടെന്ന് വിചാരിക്കും, കാരണം അതിൽ കേസില്ലെങ്കിൽ. എന്ന് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകർ ഇത് പഠിച്ചിട്ടാണ് ഓരോ വിചാരണയും ജനങ്ങൾക്ക് മുമ്പിലേക്ക് വാർത്തയായിട്ട് എത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടി വരുന്ന ഹോംവർക്കും എഫർട്ടും ഇത്രയധികം കൂടുതലാവുമ്പോൾ അതിനുള്ള സമയമില്ല. പത്രം അടിക്കാൻ പോവുകയാണ്, ഇതിനെപ്പറ്റി എന്തെങ്കിലും കൊടുക്കണം, എന്ത് ചെയ്യും? കയ്യിൽ നിന്നെടുത്ത് എഴുതും. ഒന്നത്. 2, നമുക്ക് ഈ പ്രക്രിയയെപ്പറ്റി ആദ്യം ബോധ്യം ഉണ്ടാവണം. എന്താണ്, എങ്ങനെയാണ് നടപടിക്രമങ്ങൾ, എന്താണ് ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രെജുഡിസ് ആയിരിക്കും ആളുകളോട് പറയുന്നത്. അതിനാണ് ഒരു നല്ല ഉദാഹരണം ഞാൻ പറയാം. ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കകത്ത് പോലീസുകാർ ഒരു പ്രതിക്കെതിരായിട്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യും. ഞാൻ ഇന്ന് ഇവിടെ വന്നൊരു കൊലപാതകം നടത്തിയിട്ട് പോയി എന്നൊരു കേസ് നാളെ തൃപ്പൂണിത്തുറ കോടതിയിൽ പോലീസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ കുറേ പേര് ചോദ്യം ചെയ്യും. അപ്പോൾ ഈ എനിക്കെതിരെ കേസ് കൊടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്ത ആൾ പറയും, എന്നെ അവിടെ കൊലപാതക സൈറ്റ് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, അമ്പലത്തിൻ്റെ അപ്പുറത്ത് വെച്ചാണ് കൊലപാതകം നടന്നത്, അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 1-2 കടക്കാരും ഒരു ഓട്ടോറിക്ഷക്കാരൊക്കെ പറയാം, ഇവിടെ എൻ്റെ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങിയായിരുന്നു, കള്ള സാക്ഷികൾ ഇങ്ങനെ പറയുന്നു, ഞാൻ അവിടെ കൊലപാതക സൈറ്റിലുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4:30 മുതൽ 5:30 വരെ, അല്ലെങ്കിൽ 5 മുതൽ 6 മുതൽ ഞാൻ ഈ സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്താലോ നിങ്ങളിൽ ആരെങ്കിലും ചോദ്യം ചെയ്താലോ നിങ്ങൾ പോലീസിനോട് പറയും, അദ്ദേഹം എൻ്റെ സാന്നിധ്യത്തിൽ തളിക്കോട്ട പാലസിലുണ്ടായിരുന്നു എന്ന് പറയും. പോലീസിന് ആവശ്യമുള്ളത് കോടതിക്ക് കൊടുത്താൽ മതി. തെളിവ് നിങ്ങൾ ചാർജ് ഷീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല. ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ പോലീസിന് സെലക്റ്റീവായ മൊഴികൾ മാത്രം, അതായത് ഞാൻ പ്രതിയാണെന്ന് പോലീസിൻ്റെ ആരോപണത്തെ ശരിവെക്കുന്ന മൊഴികളും രേഖകളും, അവരുടെ കേസ് ബിൽഡ് ചെയ്യുന്ന മാത്രം, അവരുടെ ആർഗ്യുമെൻ്റ് ബിൽഡ് ചെയ്യുന്ന തെളിവുകൾ മാത്രം കോടതിയിൽ കൊടുത്താൽ മതിയാവും. ഇങ്ങനെയാണ് 75 വർഷക്കാലം ഇന്ത്യയിൽ നടന്ന എല്ലാ വിചാരണകളും നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു സംശയമുണ്ട്, എന്നെ 1 മണിക്കൂർ കണ്ടുകൊണ്ടിരുന്ന ആരോടും ഈ പോലീസ് പോയി ചോദിച്ചില്ലേ? അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, അതൊരു ചാർജ് ഷീറ്റിനൂടെ കൊടുക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വക്കീലിനെ വെച്ച് ഞാൻ ഇതിൽ കുറേ ആൾക്കാരെ സാക്ഷിയായിട്ട് കൊണ്ടുവന്ന് ഞാൻ കോടതിയോട് പറയും ഞാൻ ഇന്ന സ്ഥലത്തുണ്ടായിരുന്നു പറയും. അതിനെ നമ്മൾ പ്രതിഭാഗത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഡിഫൻസ് വിറ്റ്നസ് വഴിയാണ് തെളിയിക്കുക. സുപ്രീം കോടതി പറഞ്ഞു അത് പറ്റില്ല. നിങ്ങൾ എടുക്കുന്ന തെളിവുകളെല്ലാം, ശേഖരിക്കുന്ന മൊഴികളെല്ലാം പ്രതിഭാഗത്തിന് അർഹതയുണ്ട്. നിങ്ങൾ സെലക്റ്റീവായിട്ട് കോടതി കൊടുത്തു, അതിൽ സെലക്റ്റീവായിട്ട് അവർക്കും ഹാജരാക്കാം. അല്ലാതെ സർക്കാരിൻ്റെ ചെലവിൽ, പ്രോസിക്യൂഷൻ്റെ ചെലവിൽ എടുക്കുന്ന തെളിവുകളിൽ സെലക്റ്റീവായ സാധനം മാത്രമേ കോടതിയിൽ എത്താവൂ എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞാൽ ആ വിചാരണയ്ക്ക് എന്താണ് ഒരു സാങ്കത്യം? അതിനെന്താണ് നീതി? അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ സീൽഡ് കവർ ജൂറിസ്പ്രുഡൻസ്, അതുകൂടി നമ്മൾ ഓർക്കണം. നിങ്ങൾക്കെതിരെ എന്തെല്ലാം രേഖകൾ ഒരു കേസിൽ ഉപയോഗിക്കുന്നുണ്ടോ, എന്തെല്ലാം വസ്തുതകൾ ഉപയോഗിക്കുന്നു, ദ അതർ പാർട്ടി ഷുഡ് ഹാവ് ആക്സസ് ടു ഓൾ ദ ഡോക്യുമെൻറ്റ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും നാഷണൽ ശ്രദ്ധ വന്നൊരു കാര്യം റഫേൽ ഡീൽ വന്ന സമയത്ത് ഇതുപോലെ വന്നു. മാധ്യമങ്ങളുടെ കാര്യത്തിൽ വന്നാൽ മീഡിയ വൺ ചാനലിനെതിരെ ചാനലിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്ന കേസ് വന്നപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന അർത്ഥത്തിൽ അങ്ങനെ വേണം പറഞ്ഞാൽ ഒരു സീൽഡ് കവറിലാണ് അവർക്കെതിരെയുള്ള ഡോക്യുമെൻ്റ് കോടതിക്ക് മുമ്പാകെ കത്ത്. ആൻഡ് ദ അതർ പാർട്ടി ഡിഡ്ന്റ് ഹാഡ് ആക്സസ് ടു ദാറ്റ്. കേരള ഹൈക്കോടതി ആ സീൽഡ് കവർ ജൂറിസ്പ്രുഡൻസ് അക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ ലൈസൻസ് റദ്ദാക്കിയത് ശരിവെക്കുകയും ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി ആ ഓർഡർ റിവേഴ്സ് ചെയ്തു. എനിക്കും ജസ്റ്റിസ് ചന്ദ്രചൂഡ് വരുമ്പോഴാണ് ആ സീൽഡ് കവർ ജൂറിസ്പ്രുഡൻസ് അവസാനിപ്പിക്കുന്നത്. അവസാനിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പീരീഡിലേ അവസാനിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോൾ, കഴിഞ്ഞ മുമ്പിലത്തെ വ്യാഴാഴ്ച ഇരിക്കുമ്പോൾ ഗവൺമെൻറ് പ്രീഡർ
സീൽഡ് കവറിൽ ജഡ്ജിക്ക് എന്തോ കൈമാറും. ഞാൻ ഇത് അവസാനിച്ചില്ലേ എന്ന് വെച്ച് പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ പീരീഡിൽ അവസാനിച്ചു. ഇപ്പം താല്പര്യമുള്ള ജഡ്ജിമാരുടെ അടുത്ത് വീണ്ടും ഇത് ആവർത്തിക്കും. ഇതിവിടെ എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ, പത്രത്തിലൊരു വാർത്ത വരുവാണ് സീൽഡ് കവർ ജൂറിസ്പ്രുഡൻസിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബോംബെയിൽ പിടിയിലായ ഒരു അജ്മൽ കസബിന് നീതി കൊടുക്കുന്നതിനെ പറ്റി ഒരു വാർത്ത വന്നാൽ നമുക്ക് ഏറ്റവും എളുപ്പം രാവിലെ ചായ കുടിക്കുന്നതിനിടയ്ക്ക് നമ്മളിത് വായിച്ചിട്ട് പറയും, ഈ ഇവനെയൊക്കെ ഇങ്ങനെ തീറ്റി പോറ്റാൻ എന്തുമാത്രം കാശാണ് നമ്മൾ ചിലവാക്കുന്നത്. ഇതാണ് നമുക്ക് വരുന്ന ആദ്യത്തെ കമൻറ്റ്. പിന്നെ ജയിലിൽ മട്ടനും ചിക്കനുമാണ് എന്ന് പറയുന്നത് ഗോവിന്ദചാമിയുടെ കേസ് സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഒന്ന്, ഇതിനൊന്നും ഇത്രയും സമയവും കാശും ചിലവാക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ തോന്നുന്നു. രണ്ട്, ഗവൺമെൻറ് ഒരു ചാനലിനെ ബാൻ ചെയ്യുകയോ നമ്മളെ പിടിച്ച് ജയിലിലിടുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, അതിന് കുറേ തെളിവുകൾ ഗവൺമെൻറ് നിരത്തും, കോടതിയിൽ ഈ തെളിവുകൾ വാദിക്കും. അപ്പം നമ്മൾ ആദ്യമേ പറയുന്ന ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഇല്ലാതെ സർക്കാർ വേറെ എന്തോരം ചാനൽ ഇവിടെയുണ്ട്, എന്തിനാണ് ഈ മീഡിയ വണിനെ തന്നെ ഇതാക്കിയത്? അപ്പം അതുകൊണ്ട് എന്തെങ്കിലും കാണും. ഒന്നും കാണാതെ അലൻ താഹയെ അറസ്റ്റ് ചെയ്ത സമയത്ത് 2 കുട്ടികളെ 18 വയസ്സ് ബോർഡർ ലൈൻ, അതെ. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിലൊരു പ്രതിക്ക് വേണ്ടി ഹാജരായ ആളാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സ്ഥിരം വെച്ചാൽ, എന്തെങ്കിലും ചെയ്യാതെ പോലീസ് വെറുതെ ഒരുത്തനെ മാവോയിസ്റ്റാന്ന് പറഞ്ഞ് പിടിക്കുമോ എന്നുള്ളതാണ്. ഈ ശ്യാം ബാലകൃഷ്ണൻ കേസ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ശ്യാം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കർഷകൻ വയനാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരാളെ വീട്ടിൽ നിന്ന് പോലീസ് കേരള പോലീസിൻ്റെ തണ്ടർബോൾട്ട് വിഭാഗം പിടിച്ചുകൊണ്ട് പോയിട്ട് DYSP ചോദിച്ചു, നിങ്ങൾ മാവോയിസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഞാനിവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എവിടെ വരെ പഠിച്ചു, നല്ല വിദ്യാഭ്യാസമുള്ള, ഇവിടെ ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നൊരു ചെറുപ്പക്കാരനാണ്. മാസം ഒരു 2-3 ലക്ഷം രൂപയൊക്കെ ശമ്പളം ഉണ്ടായിരുന്ന ഒരു പയ്യനാണ്. അത് ഉപേക്ഷിച്ചിട്ട് കൃഷിക്ക് പോയി. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാൽ ഉറപ്പിച്ചു മാവോയിസ്റ്റ് തന്നെ. അപ്പോൾ ഈ ലാപ്ടോപ്പ് തുറന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് തുറന്ന് കാണിക്കാൻ പറ്റില്ല, അത് എൻ്റെ പ്രൈവസി ആണല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഉറപ്പിച്ചു സർക്കാരിനെ. അങ്ങനെ അയാളെ പിടിച്ച് ജയിലിലിട്ടു. ശ്യാം ബാലകൃഷ്ണൻ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. പുള്ളി ചോദിച്ചു, എന്നെ മാവോയിസ്റ്റാന്നുള്ളതിന് തെളിവെന്താണ്? എന്താണ് പ്രഥമ ദൃഷ്ടിയാ കിട്ടിയത്? ഒന്നുമില്ലായിരുന്നു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. നമ്പിനാരായണൻ കേസ് വരുന്നതിന് മുമ്പ് കേരള ഹൈക്കോടതി വിധി വന്ന ആദ്യത്തെ കേസാണ്. സുപ്രീം കോടതി ശരിവെച്ചു ഈ അടുത്ത കാലത്ത്. 10 ലക്ഷം രൂപ കൊടുക്കാൻ കേരള ഹൈക്കോടതി പറഞ്ഞ കേസിനെതിരെ 20 ലക്ഷം രൂപ സീനിയർ അഭിഭാഷകർക്ക് ഫീസ് കൊടുത്താണ് കേരള സർക്കാർ ആ കേസ് സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, അറസ്റ്റ് ന്യായീകരിച്ചുകൊണ്ട് അന്നത്തെ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞു, എന്തെങ്കിലും കാണും, അല്ലാതെ ഒരാളെ വെറുതെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. അവനവൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ ഇതൊക്കെ ബാക്കിയുള്ളവരുടെ പ്രശ്നമാണ്. ഇതൊക്കെ അജ്മൽ കസബിൻ്റെയും ഗോവിന്ദചാമിയുടെയും ശ്യാം ബാലകൃഷ്ണൻ്റെയും ഇങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നമാണ്. അവനവൻ അറസ്റ്റ് ചെയ്യുമ്പോഴാണ്, ഞങ്ങൾ വക്കീലന്മാരാണല്ലോ ഇതെന്നും കേൾക്കുക. അപ്പോൾ നമ്മളോട് വന്ന് ചോദിക്കും, എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്തത്, എന്ത് തെളിവിരുന്നിട്ടാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്? അപ്പോൾ നമ്മൾ പൊതുബോധം അവരോട് പറയും, ഏത്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് കണ്ടു, ഇന്ന പോലെ കണ്ടു, അതുകൊണ്ട് ഞാൻ തെറ്റുകാരനാവോ? അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും കാലവും ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെട്ട കാലത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് തോന്നിയില്ല? മറ്റുള്ളവരുടെ പ്രശ്നമാണെങ്കിൽ നമുക്ക് അനീതിയായി തോന്നാതിരിക്കുകയും നമുക്ക് വരുമ്പോൾ മാത്രം തോന്നുകയും ചെയ്യുന്നത് കൊണ്ടാണ് പല അനീതികളും അനീതിയായി തുടരുന്നത്. വിചാരണയുടെ പ്രോസസ്സ് ഗോവിന്ദചാമിക്ക് വേണ്ടിയല്ല ഞാൻ വാദിക്കുന്നത്. സത്യത്തിൽ ഗോവിന്ദചാമിക്ക് വേണ്ടിയല്ല, ഞാൻ എനിക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. നാളെ ഗോവിന്ദചാമിയുടെ സ്ഥാനത്ത് ഞാൻ വന്നാൽ എന്ത് ചെയ്യും? സമ്മപ്പ് ചെയ്താൽ വിചാരണ നടക്കേണ്ടത് നീതിപൂർവകമാണെന്നുള്ളതും നീതിയുക്തമാണെന്നുള്ളതും അത് നിയമപരമാണെന്നുള്ളതും, പലപ്പോഴും നിയമം നീതിക്കെതിരാണെങ്കിൽ നിയമമല്ല നീതിയാണ് നടപ്പാക്കേണ്ടതെന്ന് തോന്നുന്നതും ഉൾപ്പെടെയുള്ള എല്ലാം നടക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. വേറൊരാളുടെ അനീതിപരമായ ഒരു വിചാരണയെ ഞാൻ ചോദ്യം ചെയ്യുന്നത് വാസ്തവത്തിൽ നാളെ ഞാൻ ആ സ്ഥാനത്ത് വന്നാൽ എനിക്ക് നേരിടേണ്ടി വരുന്നത് ഇതേ അനീതിയാണല്ലോ എന്ന ബോധ്യം കൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ വിചാരണയെ നീതിപൂർവമാക്കേണ്ടത്.